എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി കിരൺ. നമ്മുടെ സോപ്പ് മേക്കിംഗ് സീരീസിലെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു പ്രൊഫഷണൽ സോപ്പ് മേക്കർ അല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. തൊഴിൽരഹിതരായ ഒരുപാട് വീട്ടമ്മമാർക്ക് സോപ്പ് മേക്കിങ്ങിൽ നിന്നും എങ്ങനെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. മെൽറ്റ് ആൻഡ് പോർ മെത്തേഡിലാണ് നമ്മൾ സോപ്പ് മേക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെൽറ്റ് ആൻഡ് പോർ മെത്തേഡിൽ സോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു ക്ലാസ്സിൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇത് ട്രാൻസ്പെറൻറ്റ് ബേസാണ്, ഗ്ലിസറിൻ ബേസാണ്. ഗ്ലിസറിൻ്റെ ട്രാൻസ്പെറൻറ്റ് ബേസാണ്. ഇത് പല ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. നമ്മൾ ഡബിൾ ബോയിലിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഇത് മെൽറ്റ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് സിലിക്കൺ മോൾഡ്. ഓൺലൈനിലൊക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് സിലിക്കൺ മോൾഡ്. ഇതൊരു 70 to 80 ഗ്രാംസിലുള്ള സോപ്പ് നമുക്ക് ഈ പിയേഴ്സിൻ്റെ ഈ മോൾഡിൽ ചെയ്യാവുന്നതാണ്. ഇത് 100 ഗ്രാംസിൻ്റെ മോൾഡാണ്. മോൾഡ് പല ഷേപ്പിലും അവൈലബിൾ ആണ്. ഇത് സാമ്പിൾ മോൾഡ്, ഇത് ചോക്ലേറ്റ് മോൾഡാണ്. നമുക്ക് സാമ്പിൾ സോപ്പുകൾ, നമുക്ക് അത്യാവശ്യക്കാർക്ക് നമ്മുടെ സോപ്പുകളെ ഒന്ന് പരിചയപ്പെടുത്തണം, ഒരു ട്രയൽ അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള സാമ്പിൾ മോൾഡിൽ ചെറിയ 10 ഗ്രാംസിൻ്റെ മോൾഡിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അത്യാവശ്യമായിട്ട് നമ്മൾ ഒരു 100 ഗ്രാമിൻ്റെ സോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കത് എങ്ങനെ ആദ്യം തന്നെ വെയിറ്റ് മെഷർ ചെയ്യണം. അപ്പോൾ സോപ്പ് ഈ ബേസ് എത്രത്തോളം മെഷർ ചെയ്യണം, നമ്മുടെ ഫൈനൽ ചെയ്ത സോപ്പ് എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് സ്കെയിലാണിത്. ഇതും വളരെ ചീപ്പ് റേറ്റിന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് മെഷറിംഗ് കപ്പുകൾ. ഇതുപോലെയുള്ള മെഷറിംഗ് കപ്സും കൊച്ചുങ്ങളുള്ള അമ്മമാർക്കാണെങ്കിൽ അറിയായിരിക്കും. ഇത് മരുന്നിൻ്റെ ടോപ്പ്, മെഡിസിൻ്റെ ടോപ്പ്, അതുപോലെ ഫില്ലർ. നമുക്ക് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഫില്ലറുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ വെള്ളം എന്ന് പറയുന്നത് നോർമൽ വാട്ടർ നമ്മൾ യൂസ് ചെയ്യാറില്ല. നോർമൽ വാട്ടറിന് പകരമായിട്ട് നമ്മൾ ഡീമിനറലൈസ്ഡ് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡീമിനറലൈസ്ഡ് വാട്ടറോ അതിന് പകരമായിട്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സോപ്പായാൽ നമുക്ക് സ്മെല്ല് വേണം. സ്മെല്ലിന് വേണ്ടി നമുക്ക് എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം, ഫ്രാഗ്രൻസ് ഓയിലും യൂസ് ചെയ്യാം. ഇത് ഫ്രാഗ്രൻസ് ഓയിലാണ്. ഇത് ലാവെൻഡറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. ഇത് ഇലഞ്ഞിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ്. ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഇതാണ് എസെൻഷ്യൽ ഓയിൽ. ഇത് സാൻഡലിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. സാൻഡലിൻ്റെ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഏത് എസെൻഷ്യൽ ഓയിലായാലും എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്മെല്ല് കുറച്ചേ കിട്ടുള്ളൂ. പക്ഷേ എസെൻഷ്യൽ ഓയിലിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഫ്രാഗ്രൻസ് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എസെൻഷ്യൽ ഓയിലിൻ്റെ അത്ര കോസ്റ്റ്ലി ആയിരിക്കില്ല, പക്ഷേ നമുക്ക് സ്മെല്ല് കിട്ടും. സ്മെല്ലിന് വേണ്ടി ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കേണ്ട ആവശ്യം നമുക്കുള്ളൂ. അടുത്തതായിട്ട് കളർ. ഇത് സിന്തറ്റിക് കളറാണ്. ഇത് സാൻഡലിൻ്റെ കളറാണ്. സാൻഡലിൻ്റെ കളർ നമ്മൾ പിയേഴ്സിൻ്റെ സോപ്പിൽ സാൻഡലിൻ്റെ കളർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് സാൻഡലിൻ്റെ കളർ. അടുത്തതായിട്ട് നമ്മൾ 2 തരത്തിലെ എക്സ്ട്രാക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നാച്ചുറൽ എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യാം. ഇതുപോലത്തെ എക്സ്ട്രാക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അലോവേരേൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. നാച്ചുറൽ എക്സ്ട്രാക്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നീം എന്നുള്ള എക്സ്ട്രാക്റ്റ്, നീമിൻ്റെ ഇല അരച്ച് പിഴിഞ്ഞിട്ട് അത് എക്സ്ട്രാക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അലോവേര ആണെങ്കിൽ അലോവേരയുടെ എക്സ്ട്രാക്റ്റ് എടുക്കാൻ പറ്റും. പനിക്കൂർക്കയുടെ എക്സ്ട്രാക്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മഞ്ചിഷ്ടയുടെ എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. കസ്തൂരി മഞ്ഞളുടെ എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് ഹോം മെയ്ഡ് എക്സ്ട്രാക്റ്റുകൾ യൂസ് ചെയ്യാം. ഹോം മെയ്ഡ് എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നമുക്ക് സോപ്പിൻ്റെ ഷെൽഫ് ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ് കുറവായിട്ട് കിട്ടും. അപ്പോൾ അതിന് പകരം നമുക്ക് ഇതുപോലെയുള്ള എക്സ്ട്രാക്റ്റുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോപ്പ് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കാം. അടുത്തതായിട്ട് ഹെർബൽ പൗഡേഴ്സ്. ഇത് നീമിൻ്റെ ഹെർബൽ പൗഡറാണ്. നമുക്ക് ആയുർവേദിക് ഷോപ്സിലൊക്കെ വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ് ഹെർബൽ പൗഡർ. ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ സോപ്പും ഓരോ പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മൾ ഓരോ സോപ്പും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇത് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറാണ്. ഇത് ഹോം മെയ്ഡ് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറാണ്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഹോം മെയ്ഡ് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക്
സോപ്പിൽ ആഡ് ചെയ്യാൻ ഫേഷ്യൽ സോപ്പുകളിൽ ഫേസിന് വേണ്ടിയിട്ട് ഞങ്ങൾ സാൻഡൽവുഡിൻ്റെ സോപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ മുൾട്ടാണി മിട്ടിയുടെ ഫേഷ്യൽ സോപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫേസിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലറായിട്ട് നമ്മൾ സോപ്പുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലാണ്, ആൽമണ്ട് ഓയിലോ ഒക്കെ അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പുറത്ത് പൗഡേഴ്സിൽ തന്നെ കൂടാതെ നമുക്ക് വേറെ വരുന്നൊരു സംഭവമാണ് ക്ലേ. ഇത് പിങ്ക് ക്ലേ ആണ്. അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി എല്ലാവർക്കും അറിയാം, മുൾട്ടാണി മിട്ടിയുടെ ക്ലേ. ഇത് മുൾട്ടാണി മിട്ടിയുടെ ക്ലേ ആണ്. നമുക്ക് ക്ലേ വെച്ചിട്ട് സോപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസിന് വേണ്ടി പെർട്ടിക്കുലറായിട്ട് ക്ലേ യൂസ് ചെയ്തിട്ട് സോപ്പുകൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്കിന്നിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന വേറൊരു സോപ്പാണ് മഞ്ചിഷ്ടയുടെ സോപ്പ്. മഞ്ചിഷ്ട ഞങ്ങൾ കഷായം കുറുക്കിയിട്ടുള്ള സോപ്പാണ് മഞ്ചിഷ്ട സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട്. ഇതുപോലെ മഞ്ചിഷ്ടയുടെ സ്റ്റിക്കുകൾ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് പിറ്റേ ദിവസം അത് അരച്ച് കഷായം കുറുക്കി അതിൻ്റെയൊക്കെ പ്രോസസ്സ് നമ്മൾ ഓരോ സോപ്പ് മഞ്ചിഷ്ട ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റെസിപ്പി മൊത്തമായിട്ട് അപ്പോൾ പറഞ്ഞു തരാം. ഇത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളും നമ്മൾ പച്ചമരുന്ന് കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കസ്തൂരി മഞ്ഞൾ. ഇത് ഞാൻ കഴുകി ഉണക്കി ഒരല്ലിട്ട് കുത്തി എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് അത് അതിൻ്റെ ഒരു ഡീകോക്ഷൻ ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കസ്തൂരി മഞ്ഞളുടെ സോപ്പ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് വേറെ കളറൊന്നും ആഡ് ചെയ്യേണ്ട നമുക്ക് വരാറില്ല. കസ്തൂരി മഞ്ഞളുടെ ഡീകോക്ഷൻ യൂസ് ചെയ്യുമ്പോൾ കസ്തൂരി മഞ്ഞളുടെ കളർ കിട്ടും. അതുപോലെ തന്നെ മഞ്ചിഷ്ട ആയാലും ഞാൻ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു നല്ലൊരു റെഡ് കളറാണ് സോപ്പിന് കിട്ടാറ്. അടുത്തതായിട്ട് വൈറ്റമിൻ ഇ. ഇത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ വാങ്ങിക്കാം. ഓയിലാകുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. ഇത് ഒരു ടാബ്ലറ്റ് 4 രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ടാബ്ലറ്റ് കിട്ടുക. ഇത് നമുക്ക് 100 ഗ്രാംസിൻ്റെ സോപ്പിലേക്ക് ഒരെണ്ണമൊക്കെ ആഡ് ചെയ്താൽ മതിയാവും. ഇനി അടുത്തായിട്ട് ക്ലിങ് റാപ്പ്. നമ്മൾ സോപ്പ് പൊതിയാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു 3 hours കഴിഞ്ഞാൽ നമ്മളത് ഉറപ്പായിട്ടും അത് പൊതിഞ്ഞ് വെക്കണം. അപ്പോൾ പൊതിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിങ് ഫിലിമാണ് യൂസ് ചെയ്യുക. ഇതാകുമ്പോൾ ഒരുപാട് ചിലവുള്ള സംഭവമല്ല, ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടും. ഇതാണ് ക്ലിങ് ഫിലിം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സോപ്പിൻ്റെ pH ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്റ്മസ് പേപ്പർ. ഇത് മസ്റ്റായിട്ട് കയ്യിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല, ഉണ്ടെങ്കിൽ നല്ലത്. ലിറ്റ്മസ് പേപ്പർ നമുക്ക് നമ്മുടെ സോപ്പിൻ്റെ pH ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നത്. സോപ്പ് മേക്കിങ്ങിൽ ബേസിക് ടു ബിസിനസ് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്. ഇനി നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രഷ് ജ്യൂസ് യൂസ് ചെയ്തിട്ട് അഥവാ ഹോം മെയ്ഡ് എക്സ്ട്രാക്ട് യൂസ് ചെയ്തിട്ടുള്ള സോപ്പുകൾ. പക്ഷേ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമുക്കുള്ളൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം മെയ്ഡ് എക്സ്ട്രാക്ട് യൂസ് ചെയ്തിട്ടുള്ള സോപ്പുകളുടെ ഷെൽഫ് ലൈഫാണ്. അതായത് സോപ്പ് പെട്ടെന്ന് പൂപ്പൽ വന്ന് പോകാന്നുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും നേരിടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഹോം മെയ്ഡ് എക്സ്ട്രാക്ട് യൂസ് ചെയ്തിട്ടുള്ള സോപ്പുകളുടെ ഷെൽഫ് ലൈഫ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അതായത് ഏതൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്താലാണ് നമ്മുടെ സോപ്പിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് കൂടുതലാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.